ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്നൊരു കുക്കിംഗ് വ്ളോഗ് ആയിട്ടാണ് കേട്ടോ വരുന്നത്. എന്താ ഉണ്ടാക്കണേ? കടച്ചക്ക ചില്ലി. ഫസ്റ്റ് തന്നെ നമ്മൾ ഈ ഒരു കടച്ചക്ക എടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ തൊലിയൊക്കെ ഒന്ന് ചെത്തിക്കളഞ്ഞ് സെറ്റാണ്. ഈ ഒരു പരുവത്തിൽ ചെത്തി മുട്ടയാക്കുക. ഇനി ചക്കേനെ നാലാക്കി പൊളിച്ചിട്ട് അതിന്റേതായ ഈ ഒരു ഭാഗം ചെത്തിക്കളയാട്ടാ. നമ്മൾ നാലാക്കിയ കഷ്ണത്തിന് വീണ്ടും രണ്ടാക്കിയിട്ടാണ് കേട്ടോ വെട്ടുന്നത്. പിന്നെ അതിനെ ഇതെങ്ങനെ പിടിച്ചിട്ട് ഇതിങ്ങനെ വെട്ടുകേട്ടാ. ഇനി നമ്മൾ വെട്ടിയ കഷ്ണമൊക്കെ ഒന്ന് കഴുകുകയാണ്. നേരെ വൃത്തിയിൽ കഴുകിയതിനു ശേഷം വേറൊരു പ്ലാസ്റ്റിക് കൊട്ടയിലേക്ക് അത് ഊറ്റാൻ വെച്ചിരിക്കുകയാണ്. വെള്ളം പോയതിനു ശേഷം നമ്മൾ ഈ ഒരു പാത്രത്തിലേക്ക് അതിനെ തട്ടി. ഇനി നമുക്ക് ഇതിക്ക് ആവശ്യമായിട്ടുള്ള മസാലകൾ ആഡ് ചെയ്യാട്ടാ. കുറച്ച് മഞ്ഞപ്പൊടി, മുളക് പൊടി, പിന്നെ കുറച്ച് ഉപ്പ്, മൈദ, അരിപ്പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ ഒരു മുട്ടയും പൊടിച്ചൊഴിക്കുക. പിന്നെ അങ്ങോട്ട് എല്ലാം കൂടി കൂട്ടി അങ്ങോട്ട് കുഴക്കുക തന്നെ. കുഴച്ച് കഴിഞ്ഞപ്പോൾ മസാലേന്റെ അളവ് കുറഞ്ഞു. വീണ്ടും എല്ലാം ഒന്നും കൂടി ഇടുക. കുറച്ച് വിനാഗിരി ആഡ് ചെയ്ത് വീണ്ടും മിക്സ് ചെയ്യാൻ. കുറച്ച് കറുവേപ്പില ഇട്ട് മിക്സ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞിട്ട് അതൊന്ന് സെറ്റ് ആവാൻ വേണ്ടിട്ട് മാറ്റി വെക്കാട്ടാ. ഇനി എണ്ണ ഒഴിച്ച് അതൊന്ന് ചൂടായി കഴിഞ്ഞിട്ട് കുറച്ച് കറുവേപ്പില വറക്കുക, വെറുതെ ഒരു രസത്തിന്. ഇനി അത് കോരിയിട്ടതിന് ശേഷം നമ്മുടെ മെയിൻ സാധനം എടുക്കുക. അങ്ങനെ നമ്മുടെ ചക്കച്ചില്ലി വറക്കുകയാണ്. നമ്മൾ ഇനി അതിന്റെ ബാറ്റർ പോകാണ്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ആവശ്യത്തിന് അത് മൊരിഞ്ഞ് കഴിയുമ്പോൾ എടുത്ത് പാത്രത്തേക്ക് തട്ടുക. അങ്ങനെ നമ്മുടെ ചക്കച്ചില്ലി മൊത്തം വറുത്ത് കോരിയിട്ടുണ്ട്. ഫുഡ് കളർ ചേർക്കാത്തതുകൊണ്ട് ഒരു ഗോൾഡൻ കളറാണ് കേട്ടോ. ഇത്തിരി കളർ ചേർത്ത് നല്ല ചൊമ്പായിട്ട് കിട്ടും. ഇനി നമുക്ക് ഇത് എല്ലാവർക്കും കഴിക്കാൻ കൊടുക്കാം. എല്ലാവരും കഴിച്ചിട്ട് അവർക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും ശരി, ബൈ ബൈ.